ബിസ്മിയ, നീ പോയില്ലേ? ബിസ്മിയ 10 പേരേ ഉള്ള, വേറെ ആരും ഇല്ലേ? സ്കൂള് തുറന്നത് അറിഞ്ഞില്ലേ എന്തോ? ഏത് സ്കൂള്? വെക്കേഷൻ ആസ്വദിക്കുന്നുണ്ടാവും നമ്മുടെ സ്കൂള്. ബിസ്മിയ ഉണ്ടാ? ബിസ്മിയ പോയില്ലേ? എവിടെ പോയില്ലേ? ബിസ്മിയ എവിടെ കറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട്? വിസ്മയ ഉണ്ടോ? ഇല്ലല്ലോ, പോയിട്ടുണ്ടാവും. ബിസിയെ കേറിയിട്ടുണ്ടല്ലോ. കേറിയിട്ടുണ്ടായിരുന്നല്ലോ. ടൂറിന്റെ ഇടയിൽ പഠിക്കാനുള്ള ആ ഒരു ആക്രാന്തം കൊണ്ട് കേറിയതാണോ എന്തോ? റീജ് ടൂറിനാണെന്ന് റീജ് മറന്നു പോയിട്ടുണ്ട്. വെക്കേഷൻ ബീജൊക്കെ കഴിഞ്ഞൊന്ന് കറക്കത്തില്ല. എല്ലാരും ഇരിക്കുവാണോ? ആരൊക്കെ കേറി? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ ഒരു കൺസേൺ എനിക്ക് ഭയങ്കര സന്തോഷം. വെക്കേഷൻ കഴിഞ്ഞപ്പോ എല്ലാരെയും കാണാനുള്ള ഒരു ആഗ്രഹം അല്ലേ? ഓക്കെ, സോ ഹോപ്പ് യു ഹാഡ് ഗ്രേറ്റ് ടൈം വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. നല്ലൊരു വെക്കേഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എനിവേ, ബാക്ക് ടു ക്ലാസ്. ഓക്കെ, പ്രെയർ എല്ലാം കഴിഞ്ഞു? ഇല്ല മാം, ഇല്ല. ഓക്കെ, പ്ലീസ് എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ലീവ് ചെയ്യാം. ഞാൻ വന്നപ്പോഴേക്കും മിണ്ടാതിരിക്കുവാണോ? Or else we can start the class. Please prayer. ഓക്കെ, പ്രയർ ഞാൻ ചെല്ലണം. അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം. Have a blessed day. ഓക്കെ മാം, തോന്നി പറയാം. APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു വേർഡ്സ് ആണ്. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അവരാണ്. ഹാവ് എ നൈസ് ഡേ മാം. സൈനിന് ആരും ഇല്ലേ? ഞാൻ ഞാൻ പറയാം മിസ്സേ. Yes, please. ക്ലിയർ ആവുന്നില്ല മിസ്സേ. ഹലോ, ക്ലിയർ ആവുന്നില്ല മിസ്സേ. ഒരു ബ്രേക്ക് വന്നു, ഇപ്പൊ കറക്റ്റ് ആയി, ഇപ്പൊ ക്ലിയർ ആയി. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും വെക്കേഷനൊക്കെ ആഘോഷിച്ചു, കറങ്ങി, നല്ലതായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഹെലൻ കെല്ലറിന്റെ ഒരു വേർഡ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഹെലൻ കെല്ലർ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതെന്ന് ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മൊബൈൽ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ടതാണ്. അങ്ങനെ പറയാന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണ്. സൈൻ ഇൻ നേരത്തെ പ്രിപ്പയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് മാമിനെ ക്ലാസ് എടുക്കാൻ വെൽക്കം ചെയ്യും. എനിക്ക് എല്ലാവരുടെ വേർഡ്സ് പറഞ്ഞിരുന്നു, ഞാനത് കേട്ടില്ലായിരുന്നു. വോയിസ് ബ്രേക്ക് എനിക്ക് മാത്രമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങളും കേട്ടില്ലേ മാം? ആൻസി, ഞങ്ങൾ ആരെങ്കിലും നെറ്റ് പ്രോബ്ലം ഉണ്ട്. ദ മോസ്റ്റ് ആൻഡ്
the best and most beautiful things in the world can not be seen. നമുക്ക് കാണാൻ പറ്റാത്തതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ബ്യൂട്ടിഫുൾ ഓക്കെ, ഗോട്ട് ഇറ്റ്, മനസ്സിലായി. ഓക്കെ, ഫൈൻ. സോ എങ്ങനെയുണ്ടായിരുന്നു? ബിഫോർ ദാറ്റ് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷൻ എല്ലാം? ക്രിസ്മസ് ന്യൂ ഇയറിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് അല്ലെ? വെക്കേഷൻ പെട്ടെന്ന് തീർന്നു മാം, പോയതേ അറിഞ്ഞില്ല. ഓ ശരി. എന്നാലും 23 തുടങ്ങി. 23 നമുക്ക് സെലിബ്രേഷൻ ആയിരുന്നു. 22 നിങ്ങൾക്ക് സെലിബ്രേഷൻ, 23 ഞങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷൻ, 24, 25, 26 അത്രയും ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയാം. ഓക്കെ, ഫൈൻ. എനിവേ, നോ പ്രോബ്ലം. ആഘോഷങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. എല്ലാ നിമിഷവും നിങ്ങൾ ആഘോഷിക്കും. എനിവേ, ബാക്ക് ടു ക്ലാസ്. നമ്മൾ എവിടം വരെയായി എന്ന് പറയാമോ? ഞാൻ ജസ്റ്റ് കുറെ പെയിന്റിംഗ് വർക്ക്സും ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയായി നമ്മള്? റെക്കോർഡിന്റെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാം. റെക്കോർഡിനെ കുറിച്ചിട്ട് എഴുതേണ്ട രീതികളൊക്കെ അന്ന് പറഞ്ഞ ലാസ്റ്റ് അതിൽ അവസാനിപ്പിച്ച് നിർത്തി. നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ആയി കഴിഞ്ഞല്ലോ. ഓക്കെ, ഫൈൻ. എനിവേ, നമുക്ക് റെക്കോർഡിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ, നമ്മള് ഈ അറിയാലോ റെക്കോർഡ് ബുക്കിന് ബൈൻഡിങ് ഉണ്ടായിരിക്കും, നല്ല കട്ടിയായിരിക്കും അതല്ലേ. അപ്പോൾ നമ്മൾ ഈ മാറ്റർ കംപ്ലീറ്റ് അതിനകത്തേക്ക് പ്രിന്റ് എടുക്കാന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ ഈ ബൈൻഡിങ് ഉള്ളത് കാരണം വന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ ഭയങ്കര കട്ടിയല്ലേ, ഓരോരോ പേജായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അപ്പൊ ഇപ്പം ഉള്ള റെക്കോർഡ് തീർന്ന് പുതിയ റെക്കോർഡിങ് ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു പ്രിന്റിങ്ങിനെ പറ്റി ചിന്തിക്കുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ. നിങ്ങൾക്ക് എന്തായാലും QR കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിൽ വരുന്ന മാറ്റർ, അതായത് ഞാൻ എല്ലാം കംപ്ലീറ്റ് വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഒന്ന് എഴുതുവാണെങ്കിൽ അതൊരു 1 ടൈം റീഡിങ് കൂടിയാണ്. നിങ്ങൾക്ക് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പിക്ചേഴ്സും ഇതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്തും ഈ മാറ്റർ. സ്റ്റെഫി ബാച്ചിലല്ലേ? 18 അല്ലേ? യെസ്. സ്റ്റെഫി ഉണ്ടോ? സ്റ്റെഫിക്ക് എത്തിയിരുന്നോ? കൊറിയർ എത്തിയോ വീട്ടിലെത്തിയിട്ടുണ്ട് മിസ്. സ്റ്റെഫി ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തും, എന്നിട്ട് കളക്ട് ചെയ്യാനല്ലേ? അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞേ? അതെ മിസ്, 7-ാം തീയതി വരും. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി ഒരു 3000 നമ്പേഴ്സിന് ഈ പ്രിന്റ് എടുക്കുമ്പോൾ 1-2 പീസസ് ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും ഒരുമിച്ച് ബൾക്കായിട്ട് റെക്കോർഡ് ബുക്ക് പ്രിന്റ് ചെയ്ത് വെച്ചു. അപ്പൊ ദാറ്റ് മീൻസ് ഒരു ലാസ്റ്റ് റെക്കോർഡ് ഒരു 600 പീസെങ്കിലും കാണുമായിരിക്കും. അപ്പൊ അതൊരു വിധം ഒന്ന് ആയതിനു ശേഷം, സെയിലായതിനു ശേഷം നമുക്ക് പ്രിന്റ് അതിലേക്ക് കൊടുക്കാന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ ബാക്കി നിങ്ങൾക്ക് മുന്നേറ്റുള്ള ബാച്ച് വരെയും എഴുതുവാണ്. എഴുതുമ്പം കുറച്ച് പേര് അത് നല്ല മനസ്സിലാക്കി എഴുതുന്നവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം വൈവ സമയത്ത് ഈ ഒരു അപ്പാരറ്റസിനെ ഫോക്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ്, അതിനെപ്പറ്റി ഏതെങ്കിലുമൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചാൻസസ് എന്നല്ല, ചോദിക്കും, ഡെഫിനറ്റ്ലി ചോദിക്കും. അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുമൊന്നും വേണ്ട. വൈവയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മള് ടീച്ചറും നിങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, 2 പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത്രയേ ഉള്ളൂ. നോ റെക്കോർഡിങ്, നല്ലൊരു പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വൈവ എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ പറ്റി ആരും ടീച്ചർ ജഡ്ജ് ചെയ്യാൻ വരില്ല. ജസ്റ്റ് ഞങ്ങൾക്കൊന്നും അറിയാം മോണ്ടിസോറി മെത്തേഡ് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട്, അറിയാം മോണ്ടിസോറിയെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതൊക്കെ ഒന്ന് അറിയാനുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഈ ബാച്ചിലല്ലേ നമ്മൾക്കൊരു മെയിൽ ഫ്രണ്ട് ഉള്ളത്? പേര് എന്റെ തലയിൽ ഇരിക്കുന്നില്ല, ഒന്ന് പറയാമോ പേര്? ഗിരീഷ് എന്നാണോ? ഗിരീഷ് ഇപ്പൊ എന്തൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്? ഗിരീഷ് ഉണ്ടോ ക്ലാസ്സില്? ഇല്ല. ഓക്കെ, 2 പേരുണ്ടെന്ന് അന്ന് പറയുന്നുണ്ടായിരുന്നു, 2 ബോയ്സ്. അതെ. എനിവേ, അങ്ങനെ 2 പേരുള്ളത് നമുക്കൊരു പ്രിവിലേജ് തന്നെയാണ് അല്ലെ. അവരുടെ കുറച്ച് എക്സ്പീരിയൻസസ്, അവർക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എനിവേ, അവര് ക്ലാസ് എപ്പോഴെങ്കിലും കേൾക്കുവാണെങ്കിൽ, എപ്പോഴെങ്കിലും എന്തെങ്കിലും അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് തോന്നുവാണെങ്കിൽ മോസ്റ്റ് വെൽക്കം. അവർ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗം തന്നെയാണല്ലോ.
ഓക്കെ, അപ്പൊ റെക്കോർഡ് ഞാൻ എവിടെ വരെ പറഞ്ഞു? ഒരു റെക്കോർഡേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ആ മാം, ഒരു റെക്കോർഡ് ആ പ്രിന്റ് ഒട്ടിക്കുന്ന കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം കുറച്ച് പേര് എല്ലാം ഞാൻ പറഞ്ഞു. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നോ ഫസ്റ്റ് റെക്കോർഡിന്റെ? ആ പസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, ഫസ്റ്റ് റെക്കോർഡിന്റെ ഫുള്ള് പറഞ്ഞു. ഫുൾ പറഞ്ഞു തന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് ചില ഡൗട്ട്സ് വന്നു. എന്ന് സബ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ. നമുക്ക് ഇറ്റ്സ് ലൈക്ക് സബ്മിഷൻ ഡേറ്റോ അങ്ങനെയൊന്നും ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പറയില്ല. അല്ല മാം, ഞങ്ങളിപ്പോ കുറച്ച് ആൾക്കാർ അന്ന് മാം പറഞ്ഞല്ലോ പ്രിന്റ് എടുത്തതിന്റെ ശേഷം വാങ്ങിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ പ്രിന്റ് എന്തായാലും ഇപ്പൊ കിട്ടില്ലല്ലോ, അപ്പൊ നമ്മള് റെക്കോർഡ് വാങ്ങിച്ചോട്ടെ? റെക്കോർഡ് വാങ്ങിച്ചോളൂ. അപ്പൊ എഴുതണമെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പൊ റെക്കോർഡ് വാങ്ങിക്കാല്ലേ? അതൊരു എനിക്ക് തോന്നുന്നു 30 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. 30 പേജ് നമ്മൾ എഴുതി വരുമ്പോ ചിലപ്പോ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് കൂടി വന്ന് 25 അത്ര 25 to 30 പേജസ് എങ്ങാനേ വരുള്ളൂ. പ്രിന്റിന്റെ ഫോർമാറ്റ് എന്നൊക്കെ വെച്ച് കുറച്ച് വലിയ ഫോണ്ടിലുള്ളതായിരിക്കും, റീഡബിൾ ആയിട്ടുള്ളതായിരിക്കും. ഈ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന PDF മീൻസ് QR കോഡ് PDF വരുന്നത്. പിന്നെ ഞാൻ എന്നോട് ഡേറ്റ് ചോദിച്ചു, സബ്മിഷൻ ഡേറ്റ്. നമ്മൾ സബ്മിറ്റ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം നമുക്കില്ല റെക്കോർഡ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ അതൊരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ഫോട്ടോ കൊടുത്ത് അത് PDF ആയിട്ട് അയക്കണം. അത് ഒരാളുടെ അല്ലല്ലോ, എത്രയോ ബാച്ചുകളിൽ എത്രയോ കുട്ടികളുടെ. അപ്പൊ നമുക്ക് സബ്മിഷൻ എന്നുള്ളതില്ല. നമ്മൾക്ക് സ്വയം തോന്നണം, യെസ് ദിസ് ഇസ് ഫോർ മീ, ഇത് എനിക്കുള്ളതാണ്. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അപ്ഗ്രേഡ് ആകും. എനിക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, നാളെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കിത് നല്ലൊരു റെഫറൻസ് ആണ്. സോ ഐ ഹാവ് ടു മേക്ക് ഇറ്റ് മോർ പെർഫെക്റ്റ്, മോർ വെൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് സ്വയം തോന്നുവാണ്. എനിക്ക് നല്ലപോലെ ചെയ്തു വെക്കണം. എനിക്ക് എന്റെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, എന്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും. ലൈക്ക് അങ്ങനെ തോന്നുമ്പോൾ നമ്മൾക്ക് തോന്നും ഏറ്റവും മെച്ചപ്പെട്ടതാക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യണം, അതേ ഉള്ളൂ ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് സബ്മിഷനോ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ കുട്ടികൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ഫസ്റ്റ് ബാച്ച് ഓൺവേർഡ്സ്. ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തു, കാരണം അത്രയും അവർക്ക് സന്തോഷമായി. അവർ തന്നെ ചെയ്യുന്നതാ, ഒരു കോപ്പി ചെയ്യലോ ഒന്നുമില്ല, വേറൊരാളെ കൊണ്ട് എഴുതിപ്പിച്ച് അല്ലെങ്കിൽ ചെയ്യിച്ച് കൊണ്ടുവച്ചതോ ഒന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, വീട്ടിലെ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുവാണ്. വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്നായിരിക്കും ഇത് കളക്ട് ചെയ്യുന്നതും വെട്ടുന്നതും ഒട്ടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോ ആക്ടിവിറ്റീസ് വരുന്ന ഒരു റെക്കോർഡ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ചില അമ്മമാര് പറയുന്നുണ്ട്, കുഞ്ഞു വൈകിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോ ഇന്നെന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചിട്ടാ വരണേ, അല്ലാണ്ട് നേരെ ഓടിപ്പോയി ഫോൺ എടുക്കല്ല കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറാനായിട്ട് തുടങ്ങും. അപ്പോ തന്നിരിക്കുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മാത്രമല്ല, നിങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടിലെ അച്ഛൻ ആണെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യാനുമായിട്ട് അവർ റെഡി ആയിട്ട് മുന്നിട്ടുണ്ടാവും. ആ ഒരു നമ്മളുടെ വീട്ടിലെ തന്നെ ക്ലൈമറ്റ് പോകും. അതുകൊണ്ട് ഇത് നമ്മളുടെ പേഴ്സണൽ ലൈഫ്, നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രൊഫഷണൽ ലൈഫ് എല്ലാത്തിനും ചേഞ്ചസ് വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 100% എഫേർട്ടും നമ്മുടെ സിൻസിയാരിറ്റിയും അതിൽ കൊടുക്കും എന്നുള്ളതാണ്. ഞാൻ 2017 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ ഒരു വർഷം ഒരു മോണ്ടിസോറി സ്കൂളിൽ പ്യുവർ സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ എന്റെ ട്രാക്കേ മാറിയിട്ടോ. ഞാൻ അവിടെ നിന്ന് പിന്നെ മാറി സോഷ്യൽ വർക്കിലേക്ക് തിരികെയായിരുന്നു. പിന്നെ അഡോളസന്റ് ഗ്രൂപ്പിലായിരുന്നു എന്റെ ഇത്. പലതവണ ഈ റെക്കോർഡ് ചെയ്യാൻ എടുത്തു, എന്റെ ടെക്സ്റ്റ് ബുക്കും എടുത്തു. ഇനി ഇത് ആവശ്യം ഉണ്ടോ? പക്ഷെ തന്നെത്താനെ ചെയ്തത് കൊണ്ട് എനിക്കത് കളയാൻ തോന്നിയില്ല. അങ്ങനെ കീപ്പ് ചെയ്തു. അതിപ്പോ അങ്ങനെ ഒരു മോണ്ടിസോറി ട്രെയിനർ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോ എനിക്ക് നല്ലൊരു റെഫറൻസ് ആയിരുന്നു. ഓക്കെ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അത് ചെയ്യില്ല. കാരണം വെച്ചാൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിക്കുക? എന്നേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് മുന്നിൽ ഇരിക്കുന്നവര്. അത് ഞാൻ ഇന്നലെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ രാവിലെ എഴുതി ചോദിക്കുമ്പോഴത്തേക്കും മോള് ചാർട്ടുകളെല്ലാം ഒട്ടിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. വെരി ഗുഡ്. അതുപോലെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഗ്രൂപ്പിൽ എല്ലാവർക്കും സംശയം വന്നു. അസൈൻമെന്റ്സും ആക്ടിവിറ്റീസും നമുക്കൊരു പ്രത്യേക നോട്ട്, സെപ്പറേറ്റ് നോട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ഒന്നിൽ തന്നെ ചെയ്താൽ പോരെ, ആക്ടിവിറ്റി അസൈൻമെന്റും?
മതി. ചില ആക്ടിവിറ്റീസ് നമുക്ക് ചാർട്ടിൽ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് പീസസ് ആയിട്ട് അങ്ങനെ. അതാ പറഞ്ഞത്. കാരണം മാം ഒന്ന് ഹാൻഡ് വാഷിന് നമുക്ക് ചാർട്ടിലോ അല്ലെങ്കിൽ അത് കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ പിടിക്കണ രീതിയിൽ വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ ബേബീസിന്റെ ഡെവലപ്മെന്റ് അതൊരു ചാർട്ടിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആതിര മിസ്സായിരുന്നു തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പൊ നോട്ടിലാണ് ചെയ്തിരിക്കുന്നത് അസൈൻമെന്റ് ആക്ടിവിറ്റി. 2 അസൈൻമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അന്ന് മാം പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് 10 ഫ്രേസസും ഫിസിക്കൽ ഫിറ്റ്നസിന്റെയും വെൽനെസിന്റെയും പിക്ചർ, അതാണ് 2 അസൈൻമെന്റ്. ബാക്കിയൊക്കെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത് രണ്ടും കൂടി ഒരൊറ്റ നോട്ടിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ല. ഈവൻതോ നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലല്ലോ അസൈൻമെന്റിന്റെ? ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസൈൻമെന്റിന് ക്വസ്റ്റ്യൻ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിഷ മാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ ഹെൽത്തിന്റെ ഒന്നിനും വന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഡൗട്ടായി. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം 12th ബാച്ചിന്റെ ഒക്കെ തീരാറാവുന്നതിന്റെ കറക്റ്റ് ചെയ്യാനുണ്ട് കുറെ അസൈൻമെന്റ്. അപ്പൊ അതൊന്നും ഒരുവിധം ഒതുങ്ങിയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അസൈൻമെന്റ് ഇപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ട വന്നാലും അസൈൻമെന്റ് മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ആക്ടിവിറ്റീസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട. അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ ഇമേജ് എടുത്തിട്ട് PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫുൾ ബുക്ക് അല്ലല്ലോ കാണുന്നേ, ജസ്റ്റ് ആ ഒരു പേജ് മാത്രമേ കാണുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നീറ്റ് ആയിട്ടൊന്ന് കീപ്പ് ചെയ്യുക. കാരണം നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ അറിയാം, ഒരു മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവർക്കറിയാം ഇതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു നോട്ട്ബുക്ക് എടുത്ത് കാണിച്ചത് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് നീറ്റായിട്ട് കീപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ടീച്ചേഴ്സിനും ഓരോന്ന് വേണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു ടീച്ചർ പറയുന്നത് ഒരെണ്ണത്തിൽ ചെയ്യാം. പിന്നെ പേപ്പറിൽ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നല്ല സേഫ് ആയിട്ട് വെക്കും. പേപ്പറിൽ ചെയ്താൽ പലപ്പോഴും മിസ്സാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഏറ്റവും സേഫ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. സെക്യൂർ ചെയ്ത് വെക്കുക, ഫയൽ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക. പിന്നെ ചാർട്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചാർട്ട് തന്നെയാണ് നല്ലത്. ചാർട്ട് റോൾ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം. അല്ലെങ്കിൽ റോൾ ചെയ്ത് നമ്മൾ വെക്കും. ഇത് ഇങ്ങനെ സൈഡൊക്കെ ചുളുങ്ങും, എവിടെയെങ്കിലൊക്കെ ഇടിച്ച് പരന്ന് ചുളുങ്ങിപ്പോയാൽ അതിന്റെ ആ ഒരു ഭംഗി, ആ ഒരു പെർഫെക്ഷൻ അങ്ങ് പോകും. കാണാൻ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ഇതൊരു റെഫറൻസ് ആക്കി ഒരു ബുക്കിൽ സൂക്ഷിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മളത് പിന്നെ ചാർട്ടിലോ ഇങ്ങനെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചു വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് പോലെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികളല്ലേ, അവര് ചാർട്ടൊക്കെ ചിലപ്പോ ഒന്ന് തൊട്ട് നോക്കുവോ, നോട്ട്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മറിച്ച് നോക്കുവോ, അവർക്കറിയില്ല. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഫുൾ എഫേർട്ടും എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ഓരോന്നിനും ഇത്ര ഫോഴ്സ് കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു സെൻസ് ഒന്നും അവർക്കായിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ അവര് ചിലപ്പോൾ അവരുടെ മുഴുവൻ ഫോഴ്സ് എടുത്ത് നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുമ്പോൾ അത് നാശമായി പോകും. അത് പിന്നെ ഒരു വിഷമമുണ്ട. പിക്ചർ അസൈൻമെന്റ് നോട്ടിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ പ്രോബ്ലം, യു ക്യാൻ പേസ്റ്റ്. അതിൽ പേസ്റ്റ് ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ രീതികൾക്ക് അനുസരിച്ച് ആ മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് മോണ്ടിസോറി ചെയ്യുമ്പോൾ ചാർട്ട് പേപ്പറിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കത് സൂക്ഷിക്കാൻ ഭയങ്കര പാടായിരുന്നു. വൈവ സമയത്ത് ഈ ചാർട്ട് മുഴുവനുമായിട്ട് ഒരു വലിയ ബിഗ് ഷോപ്പറിൽ ചാർട്ടും ഒരു വലിയ ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ക്യാരി ബാഗ് ഉണ്ടല്ലോ, അതിൽ ബാക്കിയുള്ള റെക്കോർഡും ഉണ്ടാക്കിയ സാധനങ്ങളും എല്ലാം കൂടെ വെച്ച് 2 കൈയിലും സാധനമായിട്ടായിരുന്നു വൈവയ്ക്ക് പോയത്. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കാണിച്ചാൽ പോരെ. നമ്മളിപ്പോ A4 ഷീറ്റിൽ ചെയ്യാ പറഞ്ഞില്ലേ? ഇപ്പൊ A4 ഷീറ്റിൽ ചെയ്യേണ്ടത് നമ്മളിപ്പോ മോണ്ടിസോറിയുടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നല്ലോ. അപ്പൊ ആ മോഡലിൽ നമുക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചോടെ? സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടാണോ? അതെ, സ്പൈറൽ ബൈൻഡ് ചെയ്യുന്നത് അത് സേഫ് ആയിട്ടിരിക്കും. പക്ഷെ അത്രയ്ക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ നോട്ട്ബുക്ക് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം, അതൊരു നല്ല. കാരണം അസൈൻമെന്റ് ഓരോന്നും ചില കുട്ടികൾ സ്പൈറൽ ബൈൻഡിങ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഒരു മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. നോട്ട്ബുക്ക് പറ്റുന്നവരെ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ അത് നീറ്റ് ആയിട്ട് വെക്കുക. ബുക്ക് മാർക്ക് ഒക്കെ വെച്ച് ഒരു ഫ്രണ്ട് പേജ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ വെച്ച് ഉള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ കഴിഞ്ഞു? ഇല്ല മിസ്സേ, ഡൗട്ട്സ് ഒന്നും തീരൂല. എപ്പോഴും ഗ്രൂപ്പിൽ ഡൗട്ട്സ് ആണ്.
എനിക്ക് കിട്ടാറുണ്ട് അല്ല മാം, ഇന്നലെ ഗ്രൂപ്പിൽ ഫുൾ ചർച്ചയായിരുന്നു ഇതിനെ കുറിച്ച്. ഒരാള് പറഞ്ഞു അസൈൻമെന്റേ തന്നിട്ടില്ല, ആക്ടിവിറ്റി മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു 2 അസൈൻമെന്റ് തന്നിട്ട് ബാക്കിയൊക്കെ ആക്ടിവിറ്റി ആണ്. ആകെ കൺഫ്യൂഷനായി. എല്ലാരും ചെയ്തു തീർന്നു, പകുതി മുക്കാലും ചെയ്ത്. ഇനി റെക്കോർഡ് വർക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായില്ലേ. ഞാൻ റെക്കോർഡ് വാങ്ങിക്കാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ബാക്കി എല്ലാ അസൈൻമെന്റും ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞിരുന്നു എല്ലാരും. അതാണ് പിന്നീട് കൺഫ്യൂഷൻ ആയപ്പോ ആകെ കുഴഞ്ഞു എല്ലാരും. ഓക്കെ, ഇനി റെക്കോർഡൊക്കെ വാങ്ങൂ, കുറേശ്ശെ ആയിട്ട് ചെയ്തു തുടങ്ങും കേട്ടോ. അപ്പൊ അത് ഞാൻ ഒന്നാമത്തെ റെക്കോർഡ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ, റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുള്ളൂ. ശരിക്കും 1ഉം 4ഉം കൂടെ ഞാൻ ഒരുമിച്ച് കൊടുക്കാറുണ്ട്. കാരണം 4 നമുക്കൊരു ആക്ടിവിറ്റി ബുക്കാണ്. എല്ലാ ബാച്ചിനും ഞാൻ 1ഉം 4ഉം ഒരുമിച്ചാണ് കൊടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ സബ്മിറ്റ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ 1ഉം 4ഉം കൂടെ ഒരുമിച്ച് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. നിങ്ങൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ട് 4ാമത്തെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇൻഡെക്സ് എഴുതി ഡേറ്റ് ഒക്കെ ഓർഡർ ആയിട്ട് വേണോ, അതൊക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു മടിച്ച് ചെയ്താണ്. എന്റെ റെക്കോർഡിൽ ആദ്യത്തെ കുറച്ച് പേജൊക്കെ ഇൻഡെക്സ് ഞാൻ എഴുതി, പിന്നെ ഞാനതങ്ങ് വിട്ടു. പക്ഷെ ഇൻഡെക്സ് ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം എനിക്ക് അതിപ്പോ ബോധ്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാണിച്ചു തരുമ്പോ ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഇൻഡെക്സ് ഒക്കെ എഴുതുന്നത് നന്നായിരിക്കും. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത തരാം. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ മുഴുവൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇൻഡെക്സ് ഇങ്ങനെ നമ്മൾ മെയിൻ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഒരു മടി തോന്നും ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഇങ്ങനെ ഇൻഡെക്സ് പേജ് ഒന്നും എന്റെ കറക്റ്റ് അല്ലായിരുന്നു. ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്. റെക്കോർഡ് കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ പേജ് നമ്പർ ഒന്ന് ഇട്ട് വെക്കുക. നിങ്ങൾ എഴുതാൻ എടുക്കുന്ന റെക്കോർഡിന്റെ പേജ് നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെല്ലാം അതിനകത്ത് എഴുതണം എന്നുള്ളത് പടം വരയ്ക്കേണ്ടതുണ്ടോ? യെസ് പ്ലീസ്. മിസ്, റെക്കോർഡിന്റെ 2 വശത്തും പടം ഒട്ടിക്കാലോ അല്ലേ? നമ്മളുടെ ഫസ്റ്റ് റെക്കോർഡ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് അതിനകത്ത് എഴുതാൻ അധികം ഇല്ല. ആദ്യത്തെ 1ഓ 2ഓ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. ബാക്കിയുള്ളത് ഒക്കെ നമുക്ക് ഒട്ടിക്കാനുള്ളതാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ റെക്കോർഡിൽ റൈറ്റ് സൈഡ് മാത്രം ഇങ്ങനെ ഒട്ടിച്ചു പോയി. ഇങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര അതൊരു രസമില്ലാത്ത പോലെ തോന്നി. പക്ഷെ 2 സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ റെക്കോർഡിന്റെ പേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ മിസ്സേ, ചില പശ വെച്ച് ഒട്ടിക്കുമ്പോ ഒരു വ്യത്യാസം വരും. കാരണം ഈ ട്യൂബിനകത്തുള്ള പശയാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടി പോയാല് ഒട്ടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പുറത്തെ പേജിൽ ഇങ്ങനെ പശ ഇങ്ങനെ തെളിഞ്ഞു നിന്നിട്ട് വൃത്തികേടായിട്ട് തോന്നും. അങ്ങനത്തെ അല്ല, സ്റ്റിക്ക് പശയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെ, അത് കുഴപ്പമില്ല. ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സാധാരണ ഒരു പശ. ഇപ്പൊ ഗ്ലൂ പറയണതിന് ചെവി സ്റ്റിക്ക് ഇങ്ങനെ കറക്കി റോൾ ചെയ്ത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്കിങ്ങനെ അതിങ്ങനെ പൊങ്ങി നിൽക്കുവോ, അങ്ങനെ ഒരു എംബോസിങ് എഫക്റ്റ് ഒന്നും തോന്നില്ല. നല്ല ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കും. ജസ്റ്റ് എഡ്ജസ്റ്റിൽ മാത്രം ഒട്ടിക്കുന്ന, എഡ്ജസ്റ്റിൽ നടുക്കുറ ഒട്ടിക്കുവാണെങ്കിലും അതാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മറ്റേ യെല്ലോ കളറിലുള്ള ഫെവി ബോണ്ട് ഒന്നും എടുക്കരുത്. അതിന്റെ ആ യെല്ലോ കളറൊക്കെ അങ്ങോട്ട് പേപ്പറിലൊക്കെ ആവും. ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ, അത് ഇപ്പൊ സ്റ്റെഫി പറഞ്ഞ അത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ വേറെ. ഓക്കെ ഫൈൻ. സോ നമുക്കിപ്പോ ക്ലാസ് എവിടെ വരെ കഴിഞ്ഞു? ഇപ്പൊ റെക്കോർഡിന്റെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? ക്ലാസ് നമ്മൾ ഏത് ചാപ്റ്റർ? 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ? രണ്ടും കംപ്ലീറ്റ്. 2 മീൻസ് യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണോ? ഹെൽത്ത് ആൻഡ് ഹൈജീനും മോഡേൺ കൺസെപ്റ്റ് അതാണോ? 1 and 2 ആണോ കംപ്ലീറ്റ് ആയത്? അതെ മാം. സോ നിങ്ങൾക്ക് പാർട്ട് 1ല് ഇനി ചാപ്റ്റർ ഏതൊക്കെ എടുക്കാനുള്ളത്? 6 ഉണ്ടോ? ഉണ്ട് മാം, 6 എടുക്കാൻ. ബാക്കിയുടെ സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? 3, 4 എല്ലാം കഴിഞ്ഞു. 3 എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് എയ്ഡും എടുത്തിട്ടുണ്ട്. ഓക്കെ, 4ഉം കോമൺ ചൈൽഡ് എടുത്തിട്ടുണ്ട്. ഇനി 6 എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി 6 എടുത്തിട്ടില്ല. 7 എടുത്തു കഴിഞ്ഞു. പിന്നെ 8. ഓക്കെ, അപ്പൊ 6 ഞാൻ ആണ് എടുക്കുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു. സോ നെക്സ്റ്റ്, അതായത് ശരീരത്തിന്റെ ആരോഗ്യം, അതിന്റെ ഹൈജീൻ, അതിനെപ്പറ്റി എന്ന് പറഞ്ഞത്. സോ നെക്സ്റ്റ് വൺ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ടോപ്പിക്കും കൂടെ ഞാൻ എടുക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, പക്ഷെ അതിന്റെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലെ? പറഞ്ഞിരുന്നു.
മോക്ക് ടെസ്റ്റ് മാമിന്റെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ മോക്ക് 1 and ടെസ്റ്റ് 2 മോക്ക് ടെസ്റ്റ് വേണം. ഓക്കെ. So next one, mental health and hygiene. ഇപ്പോ ഈയിടെയായിട്ട് നമ്മള് റീസെന്റ് എന്നല്ല കുറച്ച് നാളുകളായിട്ട് ഈവൻ പറയുവാണെങ്കിൽ ഈ ഒരു വർഷം കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. നമുക്കറിയാം പെട്ടെന്നാണ് ഒരു വർഷം പോയത്. 2025 തീരാറായി. കുറച്ച് ഇപ്പോ 29th ആയിന്ന് 2 ദിവസം കൂടെ കഴിയുമ്പോഴേക്കും 26ന്റെ വരവായി. 2025 സ്റ്റാർട്ട് ചെയ്ത ആ മന്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും നിങ്ങള് നടക്കുന്ന കാര്യം ഒരു ഓർമ്മയില്ല മിസ്സേ. 2025 തുടങ്ങിയ ഒരു ഫെബ്രുവരി ആയപ്പോ പലയിടത്തും ക്രൈംസ് കൂടി. പല ന്യൂസും നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് അമേരിക്കയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഒരാള് വന്ന് ഗണ്ണുമായിട്ട് വന്ന ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന 10-30 പേരെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വരെ കേട്ടു തുടങ്ങി. പണ്ട് അന്ന് അങ്ങനെ കേട്ടത് നമ്മുടെ ഈ കേരളത്തിൽ നമ്മളുടെ അയൽപക്കത്ത് നമ്മൾ കേൾക്കാൻ തുടങ്ങി. അതുപോലെ എന്തോ കുറുവാ സംഘം മാത്രമല്ലല്ലോ, മകൻ അച്ഛനെയും അമ്മേനെയും വെട്ടിക്കൊല്ലുന്നു. ഒരു അയൽപക്കക്കാരൻ ജസ്റ്റ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്താണ്, പാലിയത്തിനടുത്താണ് ചേന്നമംഗലം. ആ വീട്ടിലെ എല്ലാ മനുഷ്യരും ഒരു കൊച്ചു ആരോ ഒരാളും കണ്ട് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ഓർമ്മ. അതെല്ലാം നടന്നു ആ ഒരു സമയം. അപ്പൊ ഈ ഒരു വർഷം അങ്ങനെ ക്രൈംസ് കൂടുതൽ നമ്മൾ അടുത്ത് കേട്ട ഒരു വർഷമായിരുന്നു. അപ്പോൾ പല ആളുകളും ഈ ഒരു ഹെൽത്ത് ഫീൽഡിലും മെന്റൽ ഹെൽത്തിന്റെ ഫീൽഡിലുള്ള പല ആളുകളും ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ചയും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത് മാനസിക ആരോഗ്യ സാക്ഷരത, അതിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. മെന്റൽ ഹെൽത്ത് ലിറ്ററസി, അതിന്റെ ഒരു അവയർനെസ് ആണ് ആളുകൾക്ക് വേണ്ടത്. നമ്മൾക്കറിയാം ബ്രേക്കപ്പ് എന്നുള്ളൊരു സംഭവം പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ. 2 ആളുകൾ തമ്മിൽ ഇഷ്ടത്തിലാവുക വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും സ്പേസ് കൊടുക്കാതിരിക്കുക, പ്രശ്നങ്ങൾ വരിക, ഇമ്മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളതോടുകൂടി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കുക, കത്തി വെച്ച് കുത്തുക, സ്റ്റാബ് ചെയ്യുക, ആസിഡ് അറ്റാക്ക് നടത്തുക, ഇങ്ങനെയൊക്കെ അതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൽ ഒരു പ്രശ്നവും വരെ കാണിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും വളരെ ശാന്തമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയാണ് പിന്നെ ആളെ പറ്റി നമ്മൾ കേൾക്കുന്നത്. മനസ്സിന്റെ ആരോഗ്യം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ ഹൈജീൻ, അതിന്റെ ഒരു വൃത്തി എന്നുള്ളത്. നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ആരോഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളുടെ ഹൈജീൻ ആണ്, നമ്മുടെ ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ് അല്ലെ. നമ്മൾ ശുചിത്വത്തോടെ ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ഹെൽത്ത് പോസിബിൾ ആവുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയും. മനസ്സിന്റെ ഒരു ശുചിത്വം, അതാണ് നമ്മളെ മെന്റൽ ഹെൽത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ആളുകൾക്ക് ഇല്ലാത്ത ഒരു സംഭവം ഇത് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡൗൺ ആകാൻ പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷെ ഏതെങ്കിലും ഒരു ട്രോമയായിരിക്കാം, എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആകാം നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എന്നും സന്തോഷമൊന്നുമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫിൽ അല്ലേ. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ മെന്റൽ ഹെൽത്ത്. എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു, ദാറ്റ് ഇസ് അവർ മെന്റൽ ഹെൽത്ത്. ആ വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ വെൽനെസ്സിൽ പറഞ്ഞു ഇമോഷണൽ വെൽനെസ് അല്ലെ.
നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് കോപ്പപ്പ് ആവും, നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു, നമ്മൾ അതിനെ മാനേജ് ചെയ്യും. ദാറ്റ് ഇസ് അവർ മെന്റൽ ഹെൽത്ത്. ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി കാണുന്നതാണ് പ്രശ്നം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫില് നമുക്ക് യൂണിറ്റ് 6 മെയിൻ ഹെഡിങ് ആയിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് വരുന്നുണ്ട്. ദെൻ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഹെൽത്തിന് പകരം ഹൈജീൻ എന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യും. ആ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹൈജീൻ ആണ് വരുന്നത്. കാരണം നമുക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു സയൻസ് മെന്റൽ ഹെൽത്ത് തന്നെ ആവണമെന്നില്ല, അല്ലല്ലോ, മെന്റൽ ഹൈജീൻ ആണ്. സോ മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ്. അതുമല്ല അതിന്റെ സബ് ഹെഡിങ് ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത് ആൻഡ് അവേർട്ടിങ്, അതായത് മാറ്റുക മെന്റൽ ഇൽനെസ്, നമുക്ക് മനസ്സിലുണ്ടാകുന്ന രോഗത്തിനെ മാറ്റി നമ്മളുടെ മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈജീൻ കറക്റ്റ് ചെയ്യുക. പിന്നെ 4th ലൈനില് ഒരു മെന്റൽ ഹെൽത്ത് എന്ന് കാണുന്നുണ്ട്. ഹെൽത്ത് അല്ല, ഇൽനെസ് എന്നാക്കുക. വൺ സെക്കൻഡ് കേട്ടോ. ഓക്കെ, ആ ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ മാം, ഞാൻ വായിക്കാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ. Mental hygiene is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health as well as for the prevention and treatment of a mental illness, ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of a life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with the human welfare and pervades all fields of a human relationship. Thank you, ma'am. സോ മെന്റൽ ഹൈജീൻ അതൊരു സയൻസ് ആണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ്. അതുപോലെ തന്നെ അവോർട്ടിങ്, വൈപ്പ് ഔട്ട് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു നമ്മളുടെ മെന്റൽ ഇൽനെസ്. ദെൻ മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താ മെന്റൽ ഇൽനെസ്, എന്താണ് മെന്റൽ ഇൽ ഹെൽത്ത്? മാനസിക അസ്വസ്ഥതയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അസുഖവും. മാനസിക അസുഖം. ഓക്കെ, സോ മെന്റൽ മാനസിക പ്രശ്നങ്ങൾ. മെന്റൽ ഇൽ ഹെൽത്തോ?
അത് തരണം ചെയ്യാനുള്ള അസ്വസ്ഥതയോ ആരോഗ്യ അല്ലെങ്കിൽ ഇല്ലായ്മ. ഓക്കെ. സോ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആയിരിക്കാം അല്ലെ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് മൂലം ഒരാൾ ഡൗൺ ആവും, അയാൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാം. നമ്മളുടെ സുഹൃത്തുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ. നമ്മളുടെ ഒരു ഫ്രണ്ട്, നമ്മള് ഇടയ്ക്കൊക്കെ ഫോണിൽ സംസാരിക്കുന്ന ഒരു സുഹൃത്താണെന്ന് വിചാരിച്ചു. ഫോണിൽ സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ ചോദിക്കും, എന്ത് പറ്റി, ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ, നിനക്ക് സുഖമില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അവർ പറയാതെ തന്നെ അവരുടെ ചില മാറ്റങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും അല്ലെ. നോൺ വെർബൽ ക്യൂസ്, പറയാതെ തന്നെ, വെർബലി അവർ പറയാതെ തന്നെ അവരുടെ ചില പെരുമാറ്റങ്ങളിലൂടെ അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമ്മൾ ചോദിക്കും, നമ്മളോട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരവരുടെ ആ വിഷമം നമ്മളോട് തുറന്നു പറയുന്നു. അത് ചിലപ്പോൾ അങ്ങനെ തുറന്നു പറയുന്നതോടുകൂടി ആൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, അങ്ങനെയൊക്കെ ഒരു ഹെവിനെസ് പോലെ നടന്നിരുന്നത് എനിക്ക് നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി. ഒരു പക്ഷെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞു കഴിയുമ്പോഴേക്കും ആൾക്കൊരു സമാധാനം അത് കിട്ടും. പിന്നെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എന്താകും, അങ്ങനെ അവരെ കൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തിപ്പിക്കാൻ നമ്മൾക്ക് സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നമ്മളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം, നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവരോട് തന്നെ നമുക്ക് പറയാം, ഈ ഒരു പ്രശ്നത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ ഇതെങ്ങനെ ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് നീ എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ തന്നെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാകും. ആ ഒരു പ്രത്യേക ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അപ്പൊ നമ്മളോട് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്കത് ശരിയാകും. എന്റെ മുന്നിൽ വന്നൊരു കേസായിരുന്നു. ഒരു ഹസ്ബൻഡ് പേഴ്സണലി അറിയാവുന്നതുമായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാണ്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ. അയാളുടെ വൈഫ് ഒരു സാധു സ്ത്രീ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധു സ്ത്രീ. അവർക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല, ഫാമിലി മാത്രമാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലോകം. ഭർത്താവിന്റെ ബിസിനസ് കാര്യങ്ങളിലോ ഒന്നിലും അവര് ഇടപെടാനും പോകാറില്ല. അപ്പൊ അങ്ങനെ ഇയാള് വരുന്നത് ഇങ്ങനെ ഒരു കാര്യം പറയാനാണ്. അയാൾക്ക് ബിസിനസ്സിൽ, അത്ര നാള് നല്ല രീതിയിൽ പോയ ബിസിനസ് ആയിരുന്നു, അയാൾക്കൊരു ചെറിയൊരു തകർച്ച ബിസിനസ്സിൽ പറ്റി. അത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അയാൾ പറയാ, ആ ഫെയിലിയർ അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാം. അയാൾക്ക് അത് ആരോടെങ്കിലും പറയണം. അങ്ങനെ ഒന്ന് പറയുകയാണ്, എനിക്കിനി ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല, കാരണം എനിക്കിങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വന്ന സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്ന് പതറും, ശരി തന്നെ. പക്ഷെ അയാളോട് ചോദിച്ചു, അപ്പം കാരണം പറയാൻ പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ പറയുവാണ്, എനിക്ക് ബിസിനസ്സിൽ ഇങ്ങനെ തകർച്ച സംഭവിച്ചു, നഷ്ടം വന്നു, സോ എനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല, സോ ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു, ബിസിനസ്സിൽ വന്ന നഷ്ടം നിങ്ങൾ ഭാര്യയോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് ബിസിനസ്സിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ്. അപ്പോ വീണ്ടും അയാൾ ഇത് തന്നെ പറയുവാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ചോദിച്ചു, ബിസിനസ്സിലെ നഷ്ടം ഭാര്യയെ അറിയിച്ചു. അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഇത് തന്നെ അയാൾ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകും. നമ്മൾ സൂയിസൈഡിനെ പറ്റി ഒരു വാക്കും അയാളോട് ചോദിച്ചില്ല. അതിന് പകരം അയാളോട് ചോദിച്ചു, ബിസിനസ്സിലെ തകർച്ച ഭാര്യയോട് പറഞ്ഞു. പലതവണ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വിചാരിച്ചു, എന്നാ ഭാര്യയോട് സംസാരിക്കാം അല്ലേ എന്ന്, എന്നാ ഭാര്യയോട് പോയി ബിസിനസിന്റെ തകർച്ച പറയാം എന്നിങ്ങനെ വിചാരിച്ച് വീണ്ടും അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ബിസിനസ്സിൽ തകർച്ച വന്ന വിവരം വേറെ ആരോടെങ്കിലും പറഞ്ഞോ, സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും പറഞ്ഞോ? ഇയാൾ പറയാത്തതിന് കാരണം ഇയാൾക്ക് നാണക്കേട്. ഇതുവരെ നല്ല രീതിയിൽ ചെയ്ത ഒരു ബിസിനസ്സുകാരന് ഒരു തകർച്ച വന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതൊരു നാണക്കേടാണല്ലോ. അത് ഓർത്തിട്ടാണ് അയാൾ സൂയിസൈഡ് ടെൻഡൻസി അയാൾക്ക് വരുന്നത്. അപ്പൊ ഭാര്യയോട് പോയി ഒന്ന് ബിസിനസ്സിൽ സംഭവിച്ച കാര്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ശരി, ഭാര്യയോടൊന്ന് പറയാം. അങ്ങനെ അയാൾ വീട്ടിൽ ചെല്ലുന്നു, ഭാര്യയോട്
സൂസൈഡ് കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, ബിസിനസിന്റെ. കാരണം അങ്ങനെ ഒരു ഇത് അയാളുടെ ഉള്ളിലും തോട്ട് നമ്മൾ ജനിപ്പിക്കുവാണ് ചെയ്തത്. എങ്ങനെ ഒരാളോട് ഷെയർ ചെയ്യണം, അത് ഭാര്യയോട് തന്നെ ഷെയർ ചെയ്യണം എന്നുള്ള രീതി. ചെന്ന് വൈഫിനോട് പറയുന്നു, അയാൾക്കൊരു 5 ലക്ഷത്തിന്റെ നഷ്ടമാണ് സംഭവിച്ചത് കേട്ടോ. പക്ഷെ ആ എമൗണ്ടിലല്ല, അയാൾക്കൊരു നഷ്ടം സംഭവിച്ചതിന്റെ നിരാശയാണ് അയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാക്കിയത്. അയാള് ചെന്ന് വൈഫിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെ നഷ്ടം സംഭവിച്ചു. അവര് മുഴുവനും, അയാള് ഭയങ്കര സ്നേഹമാണ്, റെസ്പെക്റ്റ് ആണ്. അങ്ങനെ അയാൾ പറഞ്ഞത് മുഴുവൻ അവർ കേട്ടിരുന്നു. അവര് പറഞ്ഞു, അതിനെന്താ, നമുക്ക് ആ നഷ്ടം അത് ശരിയാക്കിയാൽ മതിയല്ലോ, ഗോൾഡ് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം, നമുക്ക് ആ നഷ്ടം നമുക്കതങ്ങ് ശരിയാക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം തുടങ്ങാം, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അവർക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ആ ലേഡി അങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്തു. രണ്ടുപേരും കൂടെ പിന്നെ കാണാനായിട്ട് വന്നു. കാണാനായിട്ട് വരുമ്പോൾ അയാള് മാത്രമായിട്ട്, അവരെ മാറ്റിയിട്ട് അയാള് മാത്രമായിട്ട് സംസാരിച്ചു. അന്ന് വൈഫിനോട് ഞാനത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കതൊരു ആശ്വാസമായി. അതിനിങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനത് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് വന്ന തകർച്ച മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എനിക്ക് എങ്ങനെയെങ്കിലും ലൈഫ് എൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളത്. നമ്മളൊരു പ്രശ്നം വേറൊരാളോട് തുറന്നു പറയാൻ അങ്ങനെ ഒരാള് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ഒരു ലക്ക് പറയുന്നത്. അങ്ങനെ തുറന്ന് പറയാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള പല പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പലപ്പോഴും ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ, ദുഃഖം, സങ്കടം, പിന്നെ അതങ്ങനെ എന്താ പറയാ, ഒരു ഡെസ്പയർ, ഒരു നിരാശ, പിന്നെ ഡിപ്രഷനിലേക്ക് പോകും. ഈ ഓരോരോ ഘട്ടങ്ങളിലും സാഡ്നെസ്, ഗ്രീഫ്, ഡെസ്പയർ, ഡിപ്രഷൻ, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തില് നമ്മളെ കൈപിടിച്ചുയർത്താൻ ഒരാളില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ആ ഡിപ്രഷൻ മൂത്ത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആവും. പിന്നെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും. അവിടെയും നമുക്ക് ഇന്റർവെൻഷൻ ആരുമില്ല. നമ്മളെ ഒരു പ്രോപ്പറായിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യാനോ, മെഡിസിൻസ് കഴിക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ കഴിക്കാനോ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് സംസാരിച്ച് അങ്ങനെ പോകേണ്ടതാണെങ്കിൽ അങ്ങനെ. ആ ക്ലിനിക്കൽ ഡിപ്രഷനും കഴിഞ്ഞ് അത് കൂടുതലാവുമ്പോഴേക്കാണ് തോട്ട്സിലേക്ക് പോകുന്നത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ജീവിതത്തിനോട് തന്നെ മടുപ്പായി, നിരാശയായി, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല, ഒരു അർത്ഥവുമില്ല എന്റെ ജീവിതം കൊണ്ട്. സോ ആ തോട്ട്സ് മീൻസ് ആവും. ഏത് മാർഗം ഉപയോഗിച്ച് ഞാൻ മരിക്കണം, ജീവിതം അവസാനിപ്പിക്കണം, ആ ഒരു രീതിയിലേക്ക് പോകും. അതാണ് നമ്മൾ ചില ആളുകളെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ കണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചതാണ്, ഞാൻ സംസാരിച്ചതാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുവാണ് അയാൾ സൂസൈഡ് ചെയ്തു എന്നായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പല പല ഇൻസിഡന്റ് ഞാൻ ഇന്ന് രാവിലെയും കൂടെ കണ്ടതാണല്ലോ, ഞാൻ സംസാരിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചതാണല്ലോ, എന്താ പെട്ടെന്ന് ഉണ്ടായി, അങ്ങനെയൊക്കെ നമുക്കൊരു അങ്ങനെ ഉള്ള ഒരു ആരെങ്കിലൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവൂലെ, അങ്ങനെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മനുഷ്യൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഇതാണ്. അവരുടെ ഉള്ളിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. എന്തിൽ നിന്നെങ്കിലൊക്കെ അങ്ങനെ ഒളിക്കാനുള്ള ഒരു ടെൻഡൻസി. പലപ്പോഴും കുട്ടികള് പരീക്ഷാ പേടി, അവർക്ക് ടെൻഷൻ, പ്രഷർ, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ആ ഒരു ഇതിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ നമ്മൾ നല്ല കേൾവിക്കാരാകുവാണെങ്കിൽ ഒരിക്കലും നമ്മളുടേതായ നിർദ്ദേശങ്ങളും ജഡ്ജ്മെന്റും ആയിട്ട് പോകരുത്. നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ യെസ് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മാർഗം. നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ കൂടുതൽ ടൈം സ്റ്റിക്ക് ചെയ്യില്ല. അതാണ് ഇവരുടെ മനസ്സിന്റെ ഒരു പ്രശ്നം. അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ശരി, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളായിട്ട് പറയരുത്, അവരോട് ചോദിക്കും. ശരി, ഇങ്ങനെ ഇപ്പൊ ബിസിനസ്സിൽ തകർന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി, അങ്ങനത്തെ ഒരു കേസസ് ഒക്കെ ആണെങ്കിൽ ശരി, നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാണെങ്കിൽ അവരതിന് സ്റ്റിക്ക് ചെയ്യും. ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അതായതുകൊണ്ട് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ, വൈകാരികം, സൈക്കോളജിക്കൽ, മാനസികം ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ആ ഒരു സുഖം, ക്ഷേമം എന്നൊക്കെ പറയണ പോലെ അല്ലെ, നമ്മൾ ഇമോഷണലി വെല്ലായിരിക്കണം,
സൈക്കോളജിക്കലി നമ്മൾ വെല്ലായിരിക്കണം, സോഷ്യലി വെല്ലായിരിക്കണം, ഇമോഷണലി വെൽ. ദാറ്റ് മീൻസ് നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ എല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. സൈക്കോളജിക്കലി, മാനസികമായിട്ട് നമുക്ക് എന്തുമായിട്ട് പൊരുത്തപ്പെടാനും മാനസികമായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ വരുന്ന ആ ഒരു വെൽബീയിങ്. സോഷ്യലി വെൽബീയിങ്, അതിന് ഡെഫിനറ്റ്ലി സോഷ്യൽ ഇന്ററാക്ഷൻ തന്നെയാണ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ആളുകളോട് പെരുമാറാൻ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വെച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങ് താന്നു കൊടുക്കുന്ന ആ രീതിയിലല്ല. നമ്മൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ്, സൈക്കോളജിക്കൽ, സോഷ്യൽ ആ ഒരു വെൽബീയിങ്, അതാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, വാട്ട് വി തിങ്ക്, വാട്ട് വി ഫീൽ, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, വാട്ട് വി ആക്ട്. അല്ലെ, ഒരാള് വന്നിട്ട് എന്നോട്, പിന്നെ നിങ്ങളുടെ ആരുടെ പേര് കാണാൻ പറ്റില്ല, സ്റ്റെഫിയെ പറ്റി ഒരാൾ എന്നോട് ഭയങ്കര മോശമായിട്ട് പറയുകയാണ്. എനിക്ക് സ്റ്റെഫിയെ നല്ലതുപോലെ അറിയാം, സ്റ്റെഫി അതല്ലാതും എനിക്കറിയാം. സോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ശരിയായിരിക്കും എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. പിന്നെ ഞാൻ എന്റെ ആക്ഷൻസ്, ഞാൻ സ്റ്റെഫിയോട് പെരുമാറുന്നതിലും വ്യത്യാസം വരും. സോ ദാറ്റ് മീൻസ് എന്റെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി. ഞാൻ കോൺഫിഡന്റ് ആണ് സ്റ്റെഫിയെ കുറിച്ച്. സ്റ്റെഫി ഈസ് വെരി ഗുഡ്, നല്ലൊരു പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എനിക്കൊരു ഡിസ്റ്റർബൻസ് വരില്ല. സോ ദാറ്റ് ഇസ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുമൂലം നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, അതുവഴി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്. ഓക്കെ, അതാണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ കൂടുതലായിട്ട് വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഞാൻ മൂവീസും വെബ് സീരീസും ഒക്കെ വളരെ അധികം കാണും കേട്ടോ. അങ്ങനെ ഒരു ഹിന്ദി വെബ് സീരീസ് കണ്ടതാണ്. അതില് പലപ്പോഴും ആളുകൾക്ക് പ്രശ്നങ്ങൾ പറ്റുന്ന എന്താണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തുറന്ന് പറയേണ്ട സ്ഥലത്ത് തുറന്ന് പറയാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്, പ്രഷർ കൂടുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷൻസ് ഒക്കെ എന്തൊക്കെയൊക്കെ ആയി പോകുന്നു പറയാൻ പറ്റില്ല. അതേസമയം നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഇതിലുണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇതിലെ നായകൻ അവസാനം വില്ലനാവുന്നൊരു ക്യാരക്ടറായിട്ടും, നായകന് കൂടെ പഠിച്ചൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ചെറിയ ജീവിതമായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്, ചെറിയ ചെറിയ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ഇയാളെ ചെറുപ്പം തുടങ്ങി സ്നേഹിക്കുന്ന വലിയൊരു എന്താ പറയാ, ഒരു ഉദ്യമമാണ്. അതുപോലെ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളുടെ മകൾ. അത് ചെറുപ്പം തുടങ്ങി അതിന്റെ മനസ്സിൽ ഇയാളാണ്. അപ്പോ ആ കല്യാണപ്രായമാകുമ്പോൾ ഇയാളുടെ അടുത്ത് പ്രപ്പോസലുമായിട്ട് ചെല്ലുകയാണ് ത്രൂ പ്രോപ്പർ ചാനൽ, പാരന്റ്സ് വഴി. പക്ഷെ അതിനു മുമ്പ് ഈ പെൺകുട്ടി അയാളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ? ഇയാള് പേടിച്ചിട്ട് പറയും ഇല്ല എന്ന്. കാരണം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ഇയാൾ, പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര ഒരു ആളുകളെ കൊന്നൊടുക്കുന്നതിൽ മടിയില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അയാള് കൊന്നാലോ എന്ന് പേടിച്ചിട്ട് ഇല്ല എന്ന് പറയും. അങ്ങനെ അവസാനം കംപ്ലീറ്റ് മൊത്തത്തെ കുളമാകുന്ന ഒരു കാര്യമാണ്. അവസാനം ഈ എന്താ പറയാ, ഈ കുട്ടിയുടെ മകളെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അപ്പോഴും ആ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത് അവന് വേറെ ആരോടും ഇഷ്ടമില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ അയാൾ എന്നിട്ട് ഇവരെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു വയലൻസിലേക്ക് പോകുന്ന ഒരു സീരീസ്. അയാൾ കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മളുടെ ആക്ഷൻസ്, നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ആക്ഷൻസ് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്നു, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രെസ് വരുന്നതിനെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ചോയ്സസ് എടുക്കാനായിട്ട് പറ്റും. ശരിയല്ല എന്ന് തോന്നുന്നതിനെ നമുക്ക് കളയാനും ശരിയാണെന്ന് തോന്നുന്നതിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, ഹെൽത്തി ചോയ്സസ്. അപ്പൊ നമ്മളുടെ ലൈഫില് എല്ലാ സ്റ്റേജിലും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് തന്നെയാണ്. പ്രായമാകുമ്പോൾ മെന്റൽ ഹെൽത്ത് മതി എന്നുള്ളതല്ല, എവറി സ്റ്റേജ്. കുട്ടി വളരുമ്പോ നമ്മൾ കുട്ടികൾക്ക് പല പോഷകമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യൂ അല്ലെ. കുട്ടിയുടെ എല്ല് ശരിയാവണം, കാൽസ്യം വേണം, അയൺ വേണം, പ്രോട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഭക്ഷണം അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യും. പക്ഷെ കുട്ടി വളരുമ്പോ അവന്റെ മനസ്സും എങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. സോ അതിന് വേണ്ടുന്ന സാഹചര്യമായിരിക്കണം അവന്റെ വീട്ടിൽ. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 ക്ലാസ്സിൽ ഒരു ട്രെയിനി പറഞ്ഞതാണ്, KG പഠിക്കുന്ന ഒരു മോൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാ, അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല,
അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവൻ ഇല്ലാത്ത സമയത്ത് അവന്റെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അവന്റെ അമ്മയെ തല്ലുന്നുണ്ടോ എന്ന് അവനൊരു പേടി. ആ കുഞ്ഞ് 4-4.5 വയസ്സുള്ള ആ കുട്ടി ക്ലാസ്സിൽ മുഴുവൻ ഇരിക്കുമ്പോ ചിന്തിക്കുന്നത് അതാണ്. അവൻ ചെറുപ്പം തുടങ്ങി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അവന്റെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അവന്റെ അമ്മയെ ഉപദ്രവിക്കുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള അവയർനെസ് പാരന്റ്സിനാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് അവർ പാരന്റ്സ് ആകാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി വേണം എന്നവര് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അതിനുള്ള അവയർനെസ് അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ടീം വിചാരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് കുട്ടിയെ പ്രഗ്നന്റ് ആവുമ്പോഴോ കുട്ടി ഉണ്ടായതിനു ശേഷമല്ല പാരന്റ്സിന് ഇതിനുള്ള അവയർനെസ് കൊടുക്കേണ്ടത്. അവരതിനുള്ള പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഇപ്പൊ നമുക്കറിയാം മാരേജിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇതിനുള്ള ഒരു നല്ലൊരു സെഷൻസ് ഇവർക്ക് കൊടുക്കണം. പിന്നെ ആ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് നിങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കും. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മളിപ്പോ അവെയർ ആണ്. കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം പ്രിവെന്റീവ് മെത്തേഡ്സ് പ്രിക്കോഷൻസ് എടുക്കണം അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ അവെയർ ആയി. നമ്മുടെ ഈ ടോപ്പിക് അതുപോലെയാണ് നമ്മൾ പോകുന്നത്. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. പിന്നെ ഫസ്റ്റ് എയ്ഡ്, കുട്ടികളാണ് അവര് വളരുമ്പോ പല പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അതിനെ പറ്റി നമ്മൾ അവെയറായി. പക്ഷെ നമ്മൾ മെന്റൽ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് കുട്ടി ഉണ്ടാകുന്നതിന് ശേഷമല്ല, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങൾക്ക് കുഞ്ഞ് വേണം, അച്ഛനും അമ്മയും ആകണം എന്നവര് പ്ലാൻ ചെയ്യുമ്പോ തന്നെ അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്താ പറയണേ? ആർക്കും അഭിപ്രായമില്ലേ? അതെ മാം, അങ്ങനെ തന്നെ വേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. അതായത് നമ്മൾ പലപ്പോഴും അറിയാം ഈ മദ്യം എന്നുള്ള ഒരു ഭീകരാവസ്ഥ. ഒരു ആള് മദ്യപിച്ച് വന്നിട്ട് അങ്ങനെയല്ല ആ ഒരു കുട്ടിയുടെ ജീവന്റെ തുടിപ്പ് ആ ഒരു സ്ത്രീയിൽ ഉണ്ടാവേണ്ടത് അല്ലേ? അത് വേണമെന്ന് വെച്ച് ചെയ്യുന്നതാവില്ല. അതുകൊണ്ട് പാരന്റ്സിന് നേരത്തെ ഒരു അവയർനെസ് അത് കൊടുക്കണം എന്ന് തന്നെയാണ്. കുഞ്ഞിന്റെ ഈവൻ ആ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് അവർ വളരെ സന്തോഷമായിരിക്കണം. അല്ലാതെ ഇതുപോലെ ആക്രമാസക്തമായിട്ട് നടക്കേണ്ട, അങ്ങനെയല്ല ഒരു കുഞ്ഞ് ജീവൻ ജനിക്കേണ്ടത്. അപ്പൊ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിലും അതിന്റെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 വയസ്സുകാരൻ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര അതിന്റെ ആ ഒരു ഭീകരാവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന അച്ഛനെ അവൻ എത്രത്തോളം പേടിയോടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതല്ലേ ക്ലാസ്സിലിരിക്കുമ്പോൾ മുഴുവൻ അവന്റെ തോട്ട് അതാണ്, അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ ആ ഒരു തോട്ട്. അതായിരിക്കും അവന് ശരിക്കും സമാധാനമായ ഒരു കൊച്ചുകുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. അവന് ഒന്നിനും അവനൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ അവന്റെ ആ ഒരു വളർച്ച എത്ര ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഏതൊരു സ്റ്റേജിലും, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു സ്റ്റേജിലും, അത് ചൈൽഡ്ഹുഡ് ആണെങ്കിലും ശരി, അഡോളസൻസ് ആണെങ്കിലും ശരി, അഡൾട്ട്ഹുഡ് ആണെങ്കിലും ശരി, മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോഡി മൈൻഡ് എന്ന് പറയുന്നത് 2 സാധനമില്ല. നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, മൈൻഡ് എവിടെയാന്ന്? നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും? എവിടെയാ മനസ്സ്? എന്റെ മനസ്സിലുണ്ട്. എവിടെയാ? ബ്രെയിൻ. ബ്രെയിൻ. പിന്നെ മനസ്സെന്ന് പറയുമ്പോ നമ്മളെ നെഞ്ചത്ത് കൈ വെക്കുന്നതിനാ ചെയ്യാറുണ്ടോ? എനിക്കറിയാം, എന്റെ മനസ്സിലുണ്ട്. ചെറുപ്പം മുതൽ ശീലിച്ചു പോയതോ. മനസ്സാക്ഷി എന്ന് പറയുമ്പോഴേ നമ്മൾ ഇവിടെ കൈവയ്ക്കാം, തലയിൽ കൈവച്ചിട്ടില്ല ഇതുവരെ അല്ലെ? ശരിക്കും മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഓരോ പോയിന്റിലും ഉണ്ടെന്നാ പറയാം. നമുക്കത് ഓരോരോ ഇൻസിഡന്റ് വരുമ്പോഴും നമുക്ക് ഓരോരോ ഭാഗങ്ങളിൽ ആ ഒരു ഫീല് വരും. ചിലപ്പോ കണ്ണിൽ ആ ഒരു ഫീല് വരും, ചിലപ്പോ മൂക്കിന്റെ തുമ്പത്തായിരിക്കും അല്ലെ, ചിലപ്പോ ഇവിടെ ആയിരിക്കും, ചിലപ്പോ തലയിൽ തന്നെയായിരിക്കും, ചിലപ്പോ നെറ്റിയിൽ തന്നെയായിരിക്കും, കയ്യിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു ഫീല് വരിക. അപ്പൊ നമുക്ക് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാർട്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിയുടെ ചില പാർട്സ് നമുക്ക് വേദനിക്കും, ചിലപ്പോ തലവേദന വരും.
ചിലപ്പോൾ ക്ഷീണം വരും, നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ വരും. ദാറ്റ് മീൻസ് നമ്മുടെ കാല് മുന്നോട്ട് പോണില്ല അല്ലെ, ബോഡിയുടെ കൺട്രോൾ ശരിയാവുന്നില്ല. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും, നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യാം. ആൻസൈറ്റി ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും ലൂസ് മോഷൻ സംഭവിക്കാം, സ്റ്റൊമക്ക് അപ്സെറ്റ്, പിന്നെ ഉറക്കക്കുറവ്. അപ്പൊ സ്ട്രെസ് അങ്ങനത്തെ ടെൻഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇങ്ങനെ വരാം. കുട്ടികളിൽ കാണാറുണ്ടല്ലേ, സ്കൂളിൽ പോകാറാകുമ്പോഴേക്കും ഭയങ്കര കരച്ചില്, ഛർദില്. സ്കൂൾ ബസ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഛർദിലൊക്കെ മാറി, കരച്ചിലൊക്കെ മാറും. അപ്പൊ അതൊരു കള്ളത്തരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടി വോമിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, എന്തോ ഒരു ടെൻഷൻ, ആ ഒരു പേടി, സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു പേടി, പരീക്ഷ പേടി. പരീക്ഷ ആകുമ്പോഴേക്കും ടോയ്ലറ്റിൽ കയറുക ഇറങ്ങുക, ലൂസ് മോഷൻ. അപ്പൊ ശരിക്കും നമ്മൾക്കിടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിന്റെ റിഫ്ലക്ഷൻ ബോഡി കാണിക്കുവാണല്ലേ. മൈൻഡും ബോഡിയും ഒന്ന് തന്നെയാണ്, അത് പല രീതിയിലായാലും പലർക്കും ആ ഒരു റിഫ്ലക്ഷൻ വരുന്നത്. ചിലരെങ്ങനെ എന്തോ എപ്പോ പോകുമ്പോഴും ഞാൻ ആദ്യം യൂറിൻ പാസ് ചെയ്ത ഡ്രസ്സ് മാറാൻ പോവാ. അത് കഴിഞ്ഞ് ഡ്രസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം പിന്നെ ഒന്നും കൂടി പോകും. അത് കഴിഞ്ഞ് വാതിലടയ്ക്കാൻ പോകുമ്പോ വീട്ടിൽ മൂത്രയ്ക്കാൻ പോണേ കൊണ്ട് പോകും. എനിക്ക് എന്നും ചീത്ത എടുത്തിട്ട് വീട്ടില്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് വരാറുണ്ടല്ലേ. ആ ഒരു ബോഡിയിൽ ആ ഒരു ചേഞ്ചസ്, ആ ഒരു ടെൻഷൻ വരുമ്പോഴേക്കും ഇങ്ങനെ ഓരോരോ ചേഞ്ചസ് വരും. സോ മെന്റൽ ഹെൽത്ത് ഞാനിപ്പോ അഡീഷണലി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങള്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ്സ് അവർ ഇമോഷണൽ. ആർക്കെങ്കിലും ടൈപ്പ് ചെയ്തിടാൻ പറ്റും, സ്പീഡിൽ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടേക്ക് എന്തൊന്ന് ആഡ് ചെയ്ത് വെച്ചേക്കൂ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റില്. മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ്സ് അവർ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഹൗ വി തിങ്ക്, നമ്മൾ ചിന്തിക്കുന്നത്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്, നമ്മുടെ പ്രവൃത്തി. ഒരേ സിറ്റുവേഷൻ തന്നെ 2-3 പേർക്ക് വരുമ്പോഴും രണ്ടുപേരും ഇവരെല്ലാവരുടെയും ആക്ഷൻസ് ചിലപ്പോൾ ഡിഫറെന്റ് ആകാം. ചിലർക്ക് ദേഷ്യം വന്ന് അവര് കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയുന്നു, ചിലർ വളരെ റിലാക്സ് ആയിട്ട് ശാന്തമായിട്ട് അങ്ങ് അത് സബ്മിസീവ് ആകുന്നു, അങ്ങനെ കൈ കിട്ടുന്നൊന്നും വലിച്ചെറിയാനൊന്നും തോന്നുന്നില്ല. ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ ചിലർക്ക് ഉണ്ടാവില്ല. ചിലര് പക്ഷെ വളരെ കൂളായിട്ട് അതിനെ ചിരിച്ചു തള്ളും. ചില ആൾക്കാർ എന്താ ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് ഓടി ഒളിക്കും, അവരങ്ങ് വിഡ്രോ ചെയ്യും. ഞാൻ പ്രശ്നങ്ങളിലൊന്നുമില്ല, ഞാൻ പോവാന്ന്. ചിലർ അതിനെ സോൾവ് ചെയ്യും, നല്ല രീതിയിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്യും. അതാണ്, അത് ഓരോരുത്തരുടെയും മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ, ഹൗ വി ആക്ട്, നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്. പിന്നെ നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മളുടെ ആക്ഷൻ, അതിലൂടെ നമ്മുടെ പ്രവൃത്തി. ആരോ ഒരാൾ എന്തോ പറഞ്ഞു, നമ്മളത് ചിന്തിച്ചു, നമുക്കത് ഫീൽ ചെയ്തു, നമ്മളുടെ ആക്ഷൻസ്. നമ്മളെ പറ്റി ആരോ ഒരാൾ എന്തോ പറഞ്ഞത് നമ്മൾ കേട്ടു, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സങ്കടം വരും, ചിലർക്ക് ദേഷ്യം വരും, ചിലർ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യില്ല, ഡോണ്ട് കെയർ, ആ ഒരു നേച്ചർ. അപ്പോ ദേഷ്യം വരുന്നവര് തിരിച്ച് അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യും. സങ്കടം വരുന്നവര് ചിലപ്പോ അവർക്കെതിരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടും, എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയോ പിച്ചിക്കീറോ കിറുപ്പറക്കിയോ ഒക്കെ ചെയ്യും. ചിലര് വളരെ കൂളായിട്ട് അവരെ അത് ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതി. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്, ആ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഡിഫറൻസ്. എല്ലാ സ്റ്റേജസിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഓതറിന്റെ പേര് വരുന്നുണ്ട്, ക്രോ ആൻഡ് ക്രൂ. ഇത് 2 പേരാണ്, ലെസ്റ്റർ ഡി ക്രോയും. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അവരുടെ മുഴുവൻ പേര് കിട്ടും. ക്രോ ആൻഡ് ക്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റുകളാണ്. മെയിൻ ആയിട്ട് അവർ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ടിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ലെസ്റ്റർ ഡി ക്രോയും ആലീസ് വി ക്രോയും 2 ഓതേഴ്സ് ആണ്. അവര് മെന്റൽ ഹൈജീൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു സയൻസ് ആണ്. ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ക്ഷേമം അല്ലെ, ഹ്യൂമൻ വെൽഫെയർ, അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. പെർവേഡ്സ് എന്ന സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു.
ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യരുടെ എല്ലാ ബന്ധങ്ങളിലേക്കും എല്ലാ റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്രൂ ആൻഡ് ക്രൂയുടെ ഒരു ഡെഫിനേഷനാണ് അത്. നമ്മളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, കോമ്പാറ്റബിൾ ആകുന്നു. അത് തന്നെയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. നമുക്കറിയാം, എനിക്ക് എന്റെ മെന്റൽ ഹെൽത്ത് മാത്രം ഓക്കെ ആയാൽ മതി എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഞാനുമായിട്ട് കണക്റ്റഡ് ആവുന്ന എല്ലാ ആളുകളും സന്തോഷത്തോടെ ഇരിക്കണം, അല്ലെ? അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ക്ലാസ്സിൽ വരുന്നു, നിങ്ങൾ കുറെ പേരുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരുടെയും മെന്റൽ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ദിവസവും കാണുന്ന ആളുകളുടെ, എന്റെ നൈബർഹുഡിലുള്ളവരുടെ, എന്റെ വീട്ടിലുള്ളവരുടെ, അങ്ങനെ എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലുമുള്ള കൊളീഗ്സ് ആണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും, റിലേറ്റീവ്സ് ആണെങ്കിലും, ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും, മക്കളാണെങ്കിലും, പാരന്റ്സ് ആണെങ്കിലും, ഓവറിറ്റീസ്, എല്ലാവരുമായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും, ആ എല്ലാ ഫീൽഡിലേക്കും, ആ ഹ്യൂമൻ, നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും ഇത് സ്പ്രെഡ് ആയിരിക്കും. അതായത് ഞാൻ മാത്രം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തിന്റെ ഉദ്ദേശം. അപ്പൊ അതാണ് അവര് പറഞ്ഞ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. എല്ലാ ചാപ്റ്ററും അതെ, പക്ഷെ എന്നാലും മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് പറയുന്നതിന് കാരണം നമ്മൾ കാണുന്ന പ്രത്യേകിച്ചും ഒരു സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അവരുടെ ഫാമിലിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പേര്. അപ്പൊ അതുകൊണ്ടാണ് മെന്റൽ ഹെൽത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്. എവിടെയൊക്കെ നമുക്ക് അത് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും, നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും, അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോകും. സോ ദാറ്റ്സ് വൈ മെന്റൽ ഹെൽത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ മെന്റൽ ഹൈജീനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പൊ ഇതിന്റെ കൂടെ ഞാനൊരു എക്സ്ട്രാ ടോപ്പിക് എടുക്കുന്നു പറഞ്ഞിരുന്നു. അത് വേറൊന്നുമല്ല, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മുറിവിനോ പൊള്ളലിനോ ഒക്കെ മരുന്ന് വെച്ചിട്ടുണ്ടാവും. ഗ്യാസ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ള മരുന്ന്. പ്രായമായവരും കുട്ടികളും നമ്മൾക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, കൈ മുറിഞ്ഞാൽ, അങ്ങനെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീട്ടിൽ കരുതിയിട്ടുണ്ടാവും. സോ യു ഓൾ നോ ദാറ്റ് ഹൗ ടു ഗീവ് ഫസ്റ്റ് എയ്ഡ്. അതുപോലെ തന്നെ അതിപ്പോ ശരീരത്തിന്റെ മുറിവാണ്, മനസ്സിനൊരു മുറിവേറ്റാൽ എങ്ങനെ അത് ഹീൽ ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക്കും കൂടെ ഞാൻ ഇതിന്റെ ഒപ്പം എടുക്കും. ഇത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തെടുക്കും കേട്ടോ. അതിന്റെ ഒരു PDF ഷെയർ ചെയ്തോളാം. ഓക്കെ, സോ അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. 1 and 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരാനുണ്ട് അല്ലെ? ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, Miss. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. യെസ്, റെക്കോർഡ് ബുക്കിൽ വർക്കൊക്കെ ചെയ്തതിൽ പേജ് ബാക്കി ഉണ്ടെങ്കിൽ പേജ് ബാക്കി ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ തന്നത് മാത്രമല്ല, പുതിയ അത് തീം എന്താണോ, കളക്ഷൻ ബുക്ക് നിങ്ങൾക്ക് പലതും കളക്ട് ചെയ്ത് ഒട്ടിക്കാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്ത് ഒട്ടിക്കാം. പേജ് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഔട്ട്ഡോർ ഗെയിം അങ്ങനെയൊക്കെ ഒട്ടിക്കാവോ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വേറെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താവോ? ആ തീമുമായിട്ടൊന്നും മാറിപ്പോകരുത്. യെസ് ഹസീന, എന്താ പറഞ്ഞേ? ഹാൻഡ് വാഷിന്റെ പിക്ചർ അസൈൻമെന്റ് എന്ന് പറഞ്ഞില്ല, അതെന്താ? ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കോവിഡ് സമയത്ത് ഇറങ്ങിയില്ലായിരുന്നോ ഇങ്ങനെ ഹാൻഡ് വാഷ് ടെക്നിക്സ്? ഒരു 4 സ്റ്റെപ്പല്ലേ ഉള്ളത്? അതെ, അത് ഒട്ടിക്കാൻ 7 സ്റ്റെപ്പ് ഉണ്ടോ? യെസ്, ഓക്കെ. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കിട്ടും. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും കൂടെ ചേർത്ത് വെച്ചിട്ട് അതെങ്ങനെ വേണമെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ ബുക്കിന്റെ കാര്യം നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് മിച്ചമുണ്ട പേജിൽ കളക്ട് ചെയ്യാന്നല്ലേ പറഞ്ഞേ? ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഔട്ട്ഡോർ ഗെയിം, ഇൻഡോർ ഗെയിം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യാം. ഫെസ്റ്റിവൽസ്, ഡിഫറെന്റ് ഡ്രസ് കൾച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ നാട്ടിലെയും, അതൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ രസമായിരിക്കും.